എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ഇനിയും ഇനിയും നന്മകൾ ഉണ്ടാകാനുള്ള യജ്ഞം നടത്താനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവട്ടെ. ഒരു ധന്യമായ ദിവസം. പകൽവാണ പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക കഴിഞ്ഞാൽ പിന്നെ പെരുമാളിന്റെ ശക്തി കുറയും. പളുങ്ക് മണ്ഡപത്തിൽ നിന്റെ നൃത്തം, അതും വെറും 15 നാഴിക, 6 മണിക്കൂർ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തളരും, വരളും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും. അങ്ങനെയുള്ള ജീവിതത്തില് 3 സന്ധികള്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രഭാത സന്ധി, സൂര്യന്റെ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കുള്ള മധ്യാഹ്ന സന്ധി, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള സായം സന്ധി. അങ്ങനെയുള്ളൊരു സായം സന്ധ്യാവന്ദനം, ശുഭരാത്രിയിലേക്കുള്ള പ്രയാണം. നമുക്കറിയാൻ ഭഗവത്ഗീത നല്ലതാ, പഠിക്കാൻ ഭഗവത്ഗീത നല്ലതാ, പഠിപ്പിക്കാനും ഭഗവത്ഗീത നല്ലതാ. ജീവിതത്തിൽ പകർത്താൻ ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാൻ നമ്മളുടെ മലയാളത്തിൽ ചിലപ്പോൾ ചിലര് തമാശന് പറയാറില്ലേ, ആകെ മൊത്തം ടോട്ടൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഭഗവത്ഗീത നല്ലതാ. എല്ലാത്തിലും, നമ്മളുടെ വീക്ഷണത്തില്, നമ്മളുടെ ലക്ഷ്യത്തില്, നമ്മളുടെ മാർഗത്തില്, നമ്മള് സംസാരിക്കുന്ന രീതിയില്, മുഖഭാവത്തില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷനില്, നമ്മളുടെ ജീവിതത്തിന്റെ A to Z, Z to A, അതിന് ഭഗവത്ഗീത സാധിക്കും. എത്രയോ പുസ്തകങ്ങളുണ്ട്. ഇന്ന് ഒരു ജില്ലാ കളക്ടർ പറയുന്ന കേട്ടു. ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനൊരു പുസ്തകം വായിച്ചു. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതെന്നെ ഒത്തിരി മാറ്റി, വലിയ പുതിയൊരു വീക്ഷണം ഉണ്ടാക്കി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്തും അതിനു മുമ്പും അതിനു ശേഷവും നമ്മളിൽ അടിമുടി മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ഭഗവത്ഗീതയാണ്. ആവശ്യമില്ലാത്ത ആധ്യാത്മികത അതിന്റെ തലയിൽ കെട്ടിവെക്കാതിരിക്കുക. ആത്മീയ കിരീടം അതിന്റെ തലയിൽ അണിഞ്ഞാൽ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും. ഭഗവാൻ പറഞ്ഞിരിക്കുന്നതില് ഒരു വ്യാഖ്യാനവും വേണ്ട, അതേപോലെ എടുക്കാവുന്നതേ ഉള്ളൂ. വ്യാഖ്യാനം ചേർക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതായി മാറും. നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞത് കേട്ടാ പോരെ, വ്യാഖ്യാനിക്കുന്ന ആള് പറയുന്നത് അല്ലല്ലോ കേൾക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യാഖ്യാനിക്കുന്ന ആള് പറഞ്ഞാ പോലെ, ഭഗവാന്റെ എന്തിനെടുക്കുന്നേ? അതുകൊണ്ട് ജീവിതത്തില് ഏത് തരത്തിലും നമ്മളുടെ അച്ഛനമ്മമാർക്കും, നമ്മളുടെ മക്കൾക്കും, ഭാര്യാഭർത്താക്കന്മാർക്കും, സഹോദരന്മാർക്കും, ജ്യേഷ്ഠന്മാർക്കും, അനുജന്മാർക്കും എല്ലാവർക്കുമുള്ള സന്ദേശം ഭഗവത്ഗീതയിലുണ്ട്. അത് ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുന്നത്. സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തില് ആചിനോതിച്ച ശാസ്ത്രാർത്ഥാൻ, സയന്റിഫിക്കലി അർത്ഥങ്ങളും വിവരണങ്ങളും കൊടുക്കാം. ശിഷ്യാൻ സാധയതേ സുധി, ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാം. സ്വയം ആചരതി ചെയ്വ, ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുക. സഹ ആചാര്യ ഇതി സ്മൃത. അങ്ങനെയുള്ള ആളാണ് മെന്റർ എന്ന് പറയുന്നത്. മെന്റർ, ടീച്ചർ അല്ലാതെ മെന്റർ, കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആള്. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്.
അതാണ് ഭഗവാന്റെ നിർദ്ദേശം. എത്ര ഗംഭീരം, എത്ര യുക്തിസഹജം, എത്ര സമകാലീന പ്രസക്തം. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ദൗത്യമാണ് ഭഗവത്ഗീത നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിരുന്നു, വളരെ സിമ്പിൾ വരികളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ വരികളിലൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടും അതിനകത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. നമ്മള് ഒരിക്കലും ഒരു തരത്തിലും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. ഇത് നമ്മൾ വീണ്ടും ഒരെണ്ണം എഴുതിയിരുന്നു. ഞാനത് പിന്നീട് അല്ലെങ്കിൽ നാളെ വായിക്കാം. നമുക്കത് പ്രയോജനപ്പെടും. പിടിച്ചു നിൽക്കാൻ പ്രയോജനപ്പെടും. മുമ്പോട്ട് പോകാൻ പ്രയോജനപ്പെടും. തളരാതിരിക്കാൻ പ്രയോജനപ്പെടും. ക്ഷീണിക്കാതിരിക്കാൻ പ്രയോജനപ്പെടും. അപകർഷതയില്ലാതെയാക്കാൻ പ്രയോജനപ്പെടും. ആത്മവിശ്വാസം വളർത്താൻ പ്രയോജനപ്പെടും. ജീവിതത്തെ വസ്തുതാപരമായിട്ട് വിലയിരുത്താൻ നമുക്ക് പ്രയോജനപ്പെടും. ഇനി നിങ്ങൾ എന്ത് വാക്ക് വേണമെങ്കിൽ ചേർത്തോളൂ. 4ാമത്തെ പ്രാവശ്യം ഭഗവത്ഗീത വായിച്ച് വിവരിച്ചപ്പോഴാണ് ഈ മഹത്തായ പർവ്വതത്തിന്റെ ഉയരം മനസ്സിലായത്. നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, വളരെ ലാഘവത്തോടുകൂടി സിക്സർ അടിക്കുന്ന സമയത്ത് വരുന്ന പന്ത് കൈ സോഫ്റ്റായിട്ട് പിടിച്ചെടുക്കുക. ഹാർഡായിട്ട് പിടിച്ചാൽ കൈവേദനിക്കും. സോഫ്റ്റായിട്ട് പിടിച്ച് പുറകോട്ട്. അതുമാതിരി ഭഗവത്ഗീതയിലെ വാക്കുകളെ വരികൾ സോഫ്റ്റായിട്ട് എടുക്കുക. പ്രയോജനപ്പെടും. 1, 2, 3 പ്രാവശ്യം വായിക്കാം. പ്രയോജനപ്പെടും. അവനവന് ഏറ്റവും യോജിച്ചതെന്ന് തോന്നുന്നത് വായിച്ചു പഠിക്കുക. അത് അപ്പോൾ തന്നെ ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കാം. കൃഷ്ണൻ നമ്മളോട് പറയുന്നു, നച തസ്മാത് 18ാമത്തെ അധ്യായം 69ാമത്തെ വരിയില് ഇന്നലെ എടുത്തതാണ്. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ. മനുഷ്യേഷു എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യോഗിമാരില്, ഋഷിമാരില്, സ്ഥിരപ്രജ്ഞന്മാരില്, സന്യാസിമാരില്, പണ്ഡിതന്മാരില്, ജ്ഞാനികാരില് എന്ന് പറഞ്ഞിട്ടില്ല കൃഷ്ണൻ. എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യേഷു. നചമാം നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, സാധാരണ മനുഷ്യരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭവിത നചമേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. താല്പര്യമില്ലാത്തവന് പറഞ്ഞു കൊടുക്കണ്ട, അവന്റെ താല്പര്യം ഉണ്ടായതിനു ശേഷം മതി. ഭക്തി ഇല്ലാത്തവന് പറഞ്ഞു കൊടുക്കണ്ട, ഭക്തി ഉണ്ടാക്കിയതിനു ശേഷം മതി. കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്തവന് പറഞ്ഞു കൊടുക്കണ്ട, കേൾക്കാൻ ഇഷ്ടം ഉണ്ടാക്കിയതിനു ശേഷം മതി പറഞ്ഞു കൊടുക്കല്. എന്ത് യുക്തി സഹജാണല്ലേ? അവനെ നിർബന്ധിച്ച് കേൾപ്പിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ലല്ലോ, പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് 70ാമത്തെ ശ്ലോകത്തിൽ വരെ അധ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദം ആവയോ. നമ്മളിതൊരു സംവാദ രീതിയിലല്ലേ പറഞ്ഞത്. പണ്ട് മുസ്ലിങ്ങളുടെ സംവാദം പതിവുണ്ട്. എന്നിട്ട് ഹിന്ദുക്കളെ ജയിച്ചാൽ അത് വീഡിയോ എടുത്തത് കട്ട് ചെയ്ത് കളയും. മുസ്ലിം ജയിച്ചാൽ അത് വീഡിയോ എടുത്ത് അവർ പബ്ലിഷ് ചെയ്യും. ഇപ്പൊ ആ പരിപാടിയൊക്കെ നിന്നു. സംവാദം, സ്നേഹ സംവാദം, മണ്ണാങ്കട്ട. ഇതാണ് സംവാദം. അർജുനൻ ചോദിച്ചു, ഉത്തരം കൊടുത്തു. വൺ വേ ട്രാഫിക് ആയിരുന്നില്ല. കൃഷ്ണൻ ഇഷ്ടമുള്ളതെല്ലാം കൃഷ്ണൻ പറഞ്ഞു. അല്ല. കൃഷ്ണൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും അർജുനൻ ചോദിച്ചതെല്ലാം പറഞ്ഞു. അർജുനൻ വിവരിച്ചതിൽ തെറ്റുകളുള്ളത് ചൂണ്ടിക്കാണിച്ചു. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾ സംവാദ രൂപത്തിൽ, ചർച്ചാ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. പല ചോദ്യങ്ങളും അർജുനൻ ചോദിച്ചു. ഒന്നിനും ഉത്തരം പറയാതെ ഇരുന്നില്ല. നീ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്നും ഇടയ്ക്ക് പറയേണ്ടായി കൃഷ്ണൻ. എത്രയധികം ഡിസ്കഷന്റെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭഗവാൻ അത് എടുത്തതെന്ന് നോക്കാം. ഒരു കൺഫ്യൂഷനും ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റും ഇല്ലാത്ത വിധത്തില് ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതിമേ മതി. ഇത് വെറുതെ പഠിക്കുന്നതിന് പകരം ഒരു ജ്ഞാനയജ്ഞം പോലെ പഠിപ്പിക്കുക. ഒരു ജ്ഞാനയജ്ഞം പോലെ. കുറേയധികം വായിച്ചു, അതല്ല. കുറേയധികം കേട്ടു, അതല്ല. കുറേയധികം അറിയാൻ ശ്രമിച്ചു, അതല്ല. ഇതൊരു യജ്ഞമാക്കി മാറ്റുക. ഒരു 10 ശ്ലോകം, അത് നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ എസൻസ് നിങ്ങൾ തന്നെ എഴുതുക 10 മിനിറ്റ് കൊണ്ട്. അപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഈ എഴുതുമ്പോഴത്തേക്ക് ഒരു 10 ടൈംസ് ഇഫക്റ്റീവാണ് വായിക്കുന്നതിനേക്കാൾ.
അത് നിങ്ങൾ തന്നെ എഴുതുക, വെറുതെ ചുമ്മാ സ്ക്രിബിൾ ചെയ്താൽ മതി. അപ്പൊ ജ്ഞാനയജ്ഞമാണത്. ഭഗവത്ഗീതയിലെ വരികൾ എനിക്ക് പ്രയോജനമുള്ളത് ആദ്യം അത് ഞാൻ പഠിക്കുന്നു, ഉൾക്കൊള്ളുന്നു, പഠിപ്പിക്കുന്നു, ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു. ജ്ഞാനയജ്ഞം. ആ ജ്ഞാനയജ്ഞേന തേന അഹം ഇഷ്ടം സ്യാമിതി മേ മതി. അങ്ങനെ ജ്ഞാനയജ്ഞം ചെയ്യുന്നവനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോമൺ മലയാള സംസ്കൃത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് അവനെ ഇഷ്ടമാണ്. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഒഴിച്ചുകൂടാൻ വയ്യാത്തവനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമില്ല, അവനോട് എനിക്ക് ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. അതായത് വളരെ ഒരു 10 മാർക്ക്. എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്, പുണ്യമാണ്, അവന് സ്വർഗം കിട്ടും, അവന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുക്കാം, അവന് ധന്യമായ ജീവിതം കിട്ടും, അവൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തും, വലിയൊരു ഋഷിക്ക് തുല്യനാവും. ഒന്നും കൃഷ്ണൻ പറഞ്ഞില്ല. ഗ്രൗണ്ട് ലെവലിലാ കൃഷ്ണൻ പറഞ്ഞത്. അധ്യേഷ്യതേച യഹ ഇമം ധർമ്മ്യം സംവാദമാവയോ. ഈ നമ്മൾ തമ്മില് ധാർമ്മിക കാര്യം, വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഈ 4 ധർമ്മങ്ങളെ കുറിച്ച് ആവയോഹോ സംവാദം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തില്ലേ? ആ ചർച്ചയില് അത് ഒരു ജ്ഞാനയജ്ഞമായി, ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ് ജ്ഞാനയജ്ഞമായിട്ട് ആരാണോ നടത്തുന്നത് അയാളത്തേന, അയാള് അഹം, അയാളോട് എനിക്ക് ഇഷ്ടഹസ്യാമിതി മേമതി, അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് എന്നാണ് എന്റെ അഭിപ്രായം. മേ മതി, എന്റെ അഭിപ്രായം. എനിക്ക് ഉറപ്പാണെന്ന് പോലും പറഞ്ഞില്ല. ദിസ് ഈസ് മൈ സജഷൻ, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, ദിസ് ഈസ് അബൌട്ട് വാട്ട് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. എത്ര ഭംഗിയായിട്ടാണ്, നല്ല അസല്, എന്താ പറയാ, ചുവട്ടില് ദോശയും ഇഡ്ഡലിയും അപ്പവും ഒക്കെ വെച്ച് മുകളില് പ്ലാസ്റ്റിക് പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കണം മാതിരിയാ. ആ പ്ലാസ്റ്റിക് പേപ്പർ ഉള്ളിടത്തോളം കാലം ഈ കെ അപ്പം, കെ ദോശ, കെ ഇഡ്ഡലി അത് വയനാട്ടിൽ നിന്നോ കൂറ്റനാട്ടിൽ നിന്നോ എടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം വീഴില്ല എന്ന് പറയണമായി. അപ്പൊ കൃഷ്ണ ഇതെന്റെ അഭിപ്രായമാണ്, ഇതിമേ മതി, ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് പറയാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞില്ല. ആ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ ഫ്രീഡം, ഹിന്ദു ധർമ്മത്തിൽ ഹിന്ദുക്കൾക്ക് ആചാര്യന്മാര്, സന്യാസിമാര്, ഋഷിമാര്, അവതാരങ്ങള്, ഗുരുക്കന്മാര് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത്. സ്വാതന്ത്ര്യം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്, ഞാനല്ലാതെ മറ്റൊരു ഗുരു നിനക്ക് ഉണ്ടാവരുത്, ഞാനല്ലാതെ മറ്റൊരു ആചാര്യൻ നിനക്ക് ഉണ്ടാവരുത്, ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊന്നും നീ പഠിക്കരുത്, ഭഗവത്ഗീതയല്ലാതെ വേറൊരു പുസ്തകം നീ നോക്കരുത്. അങ്ങനെ എന്നെ മാത്രം ആരാധിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ 4 തലമുറ ദണ്ഡിപ്പിക്കും, ചക്കിലിട്ടാട്ടി ഞാൻ കൊല വിളിക്കും. അല്ലെങ്കിൽ വാളിലേക്ക് ഇരയാകേണ്ടവർ വാളിലേക്ക്, നായ്ക്കൾക്ക് ഇരയാവേണ്ടവർ നായ്ക്കളിലേക്ക്, അഗ്നിയിലേക്ക് ഇരയാവേണ്ടവർ അഗ്നിയിലേക്ക്, മഹാമാരിയിലേക്ക് ഇരയാവേണ്ടവർ മഹാമാരിയിലേക്ക്, മഹാരോഗത്തിലേക്ക് ഇരയാവേണ്ടവർ മഹാരോഗത്തിലേക്ക്. എന്റെ വരിയല്ല, ബൈബിളിലെ വരിയ. അങ്ങനെയൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല. വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് രസാണല്ലേ ഈ ഹിന്ദു ധർമ്മത്തിന്റെ സ്വാതന്ത്ര്യം. ജബ്ബാർ മാഷ് ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് വായിച്ചത് കേട്ടോ, ഇന്നാണ് ഞാൻ കണ്ടത്, 1 മണിക്കൂർ ആയുള്ളൂ അപ്ലോഡ് ചെയ്ത്. മുസ്ലിങ്ങള് കേരളത്തില് കൂച്ചുവിലങ്ങ് പൊട്ടിച്ചു പുറത്തേക്ക് വരാൻ പോകുന്നു. അവര് ഒരിക്കലും ഇനി കൂട്ടിനുള്ളിൽ നിൽക്കില്ല. കൂച്ചുവിലങ്ങ് പൊട്ടിച്ച് അവര് പുറത്ത് വന്നിരിക്കും. അത് കേട്ടപ്പോ എനിക്കൊരു അസാധാരണ സന്തോഷം. കാരണം ക്രിസ്ത്യാനികൾ ഏതാണ്ടൊക്കെ നമ്മളുടെ ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് യോജിച്ചു പോകുന്ന ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങി. കട്ടാമ്പാറകളുണ്ട്, കുരിശുകളുണ്ട്, പെന്തക്കോസ്തുകളുണ്ട്, ദൈവസഭയുണ്ട്. ഹിന്ദുക്കളെ പറ്റിച്ച് ഭൂതപ്രേത പിശാചികളെയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള കട്ട പുക ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തതല്ല, അതിനേക്കാളും തീവ്രവാദമാണ്. ഈ ഭാരതത്തെ തന്നെ ഇറാനായിട്ട് മുടിപ്പിച്ചു, അഫ്ഗാനിസ്ഥാനായിട്ട് മുടിപ്പിച്ചു, പാകിസ്ഥാനായിട്ട് മുടിപ്പിച്ചു, ബംഗ്ലാദേശായിട്ട് മുടിപ്പിച്ചു. ഇനിയും ഭാരതത്തെ ഇസ്ലാമീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഗതികിട്ട പ്രേതങ്ങള്, അവരിലെ ചങ്ങല പൊട്ടിച്ചു മാറ്റം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സംതൃപ്തി തോന്നി. അവരുടെയും വരി ഇത് തന്നെയാണ്. അത് നിങ്ങൾ പുഴ മുതൽക്ക് പുഴ വരെ എന്നുള്ളത് നിർബന്ധമായി കണ്ടിരിക്കണം കേട്ടോ. അത് ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശമാണ്, കണ്ടിരിക്കണം.
നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ചങ്കൂറ്റത്തിന്റെ വഴി ഈശ്വരൻ കാണിച്ചു തന്നിരിക്കുന്നതാണ്. തിരിച്ചു നമുക്ക് പറയാം. ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ഇതൊരു ജ്ഞാനയജ്ഞം മാതിരി ചെയ്യുക, ജനങ്ങൾക്ക് മാർഗദർശനം നൽകുക, കറക്റ്റായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ജ്ഞാനയജ്ഞം നടത്തുക. അല്ലാതെ മോക്ഷേഷ്ടിയല്ല, സ്വർഗത്തിലേക്ക് പോകാനാണ് മോക്ഷേഷ്ടി, കാമ്യേഷ്ടിയല്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള യജ്ഞമല്ല. അതാണ് കാമ്യേഷ്ടി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള യജ്ഞം. മോക്ഷേഷ്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള യജ്ഞം. ഇത് രണ്ടും അല്ല, ജ്ഞാനയജ്ഞമാണ്. വാക്കുകൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഭഗവാനെ നീ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നു. അടുത്തത് ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപിയോ നരഹ. കൃഷ്ണൻ വീണ്ടും താഴത്തേക്ക് വരികയാണ്. ഡൗൺ ടു എർത്ത്. നരഹ സാധാരണ മനുഷ്യര്. ശ്രദ്ധാവാൻ നല്ല ശ്രദ്ധയോടുകൂടി, അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ല, എക്കണോമിക്കലി ക്വാളിഫൈഡ് അല്ല, ഇന്റലക്ച്വലി ക്വാളിഫൈഡ് അല്ല, സയന്റിഫിക്കലി ക്വാളിഫൈഡ് അല്ല, ആന്ത്രോപോളജിക്കലി സോഷ്യോളജിക്കലി സൈക്കോളജിക്കലി ഒന്നിലും ക്വാളിഫൈഡ് അല്ല. ഓർഡിനറി നരഹ സാധാരണ മനുഷ്യൻ. ഭഗവാനെ നീ ഉപയോഗിച്ച വരിയെന്ന് ഞാനൊരു 5ാമത്തെ പ്രാവശ്യം പറയുന്നത്. കോമൺ നരഹ സാധാരണ മനുഷ്യൻ. ശ്രദ്ധാവാൻ അനസൂയശ്ച അവൻ ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി മറ്റു വികാര വിക്ഷോഭങ്ങളില്ലാതെ കേൾക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ. ശൃണുയാദവി വെറുതെ കേട്ടാലും മതി. ശൃണുയാദവി വെറുതെ കേട്ടാൽ പോലും യോ നരഹ ആരാണോ അങ്ങനെ വെറുതെ ശ്രദ്ധയോടുകൂടി മനസ്സില് ചാഞ്ചല്യമില്ലാതെ നെഗറ്റീവുകൾ ഇല്ലാതെ വെറുതെ ഭഗവത്ഗീത കേൾക്കുന്നു. അത് മൊബൈൽ ഫോണിലൂടെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം, അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാം, യൂട്യൂബിൽ നിന്ന് കേൾക്കാം, ഗൂഗിളിൽ സെർച്ചിൽ നിന്ന് കിട്ടും. അങ്ങനെ വെറുതെ കേൾക്കുന്നു. വലിയ പാണ്ഡിത്യമൊന്നുമില്ല, ജ്ഞാനമൊന്നുമില്ല, വളരെ സാധാരണക്കാരനായ മനുഷ്യൻ. അയാൾ കേട്ടാൽ പോലും സഹ അപി മുക്ത, അയാളും മോചിതനാകും. സഹ അപി മുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അതൊരു പുണ്യകർമ്മമായിട്ട് ശുഭകരമായ ലോകത്തിലേക്ക്. ലോകം എന്ന വാക്കിന്റെ അർത്ഥം ലൗകിക മണ്ഡലത്തിൽ വസിക്കുന്ന വ്യക്തികൾ. സ്വർഗമല്ലാപ്പോ, നരകമല്ലാതെ, ചില്ലുകൊട്ടാരമല്ല, കൈലാസമല്ല, ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ശുഭാം ലോകാൻ. ലോകാൻ ദേവലോകാൻ എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ലോക എന്ന വാക്കിന്റെ അർത്ഥം ലൗകിക ജീവിതത്തിൽ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, നമ്മുടെ ചായ, കാപ്പി എല്ലാം കൂടി ചേർത്ത് കുടിച്ച് ലൗകികമായ ജീവിതത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് മംഗളകരമായ ലൗകിക ജീവിതം, നല്ല ഒരു ജീവിതം അത് ലഭിക്കും. എന്താ? ഭഗവത്ഗീത ചുമ്മാ കേട്ടാൽ പോലും സാധാരണക്കാര്. സഹ അഭിമുക്ത വലിയ ബന്ധനങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, അപകർഷതയിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, പരാജയ ബോധത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും എല്ലാം മോചനം നേടും എന്നാണ് സഹ അഭിമുക്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാത്തിൽ നിന്നും മോചനം നേടും. ഒരിക്കലും ട്രാപ്പിലാവില്ല. വേണ്ടാത്ത ചിന്തകൾ നമ്മളെ കീഴടക്കില്ല. വേണ്ടാത്ത വികാര വിക്ഷോഭങ്ങൾ നമ്മളെ തളർത്തില്ല. ഭയം, അഹങ്കാരം, അഹംഭാവം ഇങ്ങനെയുള്ള വികാര വിക്ഷോഭങ്ങൾ നമ്മളെ തളർത്തില്ല. എത്ര സിമ്പിളായിട്ടുള്ള ഫലശ്രുതിയാണ്. ഫലശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ശ്രീസൂക്തം മുഴുവനും വായിച്ചു കഴിഞ്ഞാല് നമ്മളെ ഏതെങ്കിലും ഒരു പൂജ നടത്തുകയാണെന്ന് വിചാരിക്കാം. ഈ പൂജ നടത്തിക്കഴിയുമ്പോ ഈ പ്രധാന പൂജാരി, ചിലപ്പോൾ ഞാനാണ് പ്രധാന പൂജാരിയെങ്കിൽ ഞാൻ ചോദിക്കും, വേറൊരാളാണ് പ്രധാന പൂജാരിയെങ്കിൽ ഞാൻ ചിലപ്പോൾ വെറുതെ ബോറടിക്കണ്ടെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ അർച്ചന നടത്തും. അർച്ചന നടത്തുമ്പോൾ ഒരു കാര്യവും കൂടിയുണ്ട്, വീട്ടുകാരെ കുറച്ച് ദക്ഷിണ കൂടുതൽ തരും. ഗതി കിട്ടാത്ത ജീവിതത്തിൽ ഒരു 2 രൂപ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നല്ലതല്ല. അപ്പൊ അർച്ചന നടത്തും. അപ്പൊ ഈ പ്രധാന പൂജാരി ചോദിക്കും, ശ്രീസൂക്തം ചൊല്ലിയല്ലോ, ഫലശ്രുതി ചൊല്ലുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ ചൊല്ലാന്ന് പറയും. അപ്പോഴാണ്
അശ്വതായി ഗോദായി ധനദായി മഹാധനേതനം മേം ജുഷതാം ദേവി സർവകാമംശ ദേഹി മേം പുത്രപൗത്രധനം ധാന്യം ഹസ്തിശ്വാദികവേരതം പ്രധാനാം ഭവസി മാതായുഷ്മന്തം കരോതു മാം ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ നാശുഭാമതി ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം ശ്രീസുക്തം സതതം ജപേദം ചന്ദ്രാഭാം അഗ്നിമീശാനാം സൂര്യാഭാം ശ്രമേശ്വരീം ചന്ദ്രസൂര്യാഗ്നിവർണാഭാം മഹാലക്ഷ്മീമുപാസ്മഹേതനം അഗ്നിർധനം വായുർധനം സൂര്യോധനം വസോധനം ഇന്ദ്രോ ബൃഹസ്പതിർവരുണന്തരം ശ്രുതേ വൈനദേയ സോമം വിപദുരത്രഃ സോമം ധനസ്യ സോമിനോ മഹ്യം ദദാതു സോമിനഃ പരിഷന്തതേ വിഭാവരീ ദിവോ ഭ്രസ്യാവിദിതഃ രോഗന്ത സർവബീജാനീന്യവ ബ്രഹ്മദിശോദഹി പത്മാസനേ പത്മൗരോ പത്മാക്ഷി പത്മസംഭവേത് ത്വം മാം ഭജസി പത്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായ ദാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോനുകൂലേ തുൽപാദ പത്മമയി സന്നിധസ്വ മഹാദേവി ച വിദ്മഹേ വിഷ്ണുവത്നി ച ധീമഹി തന്നോ ലക്ഷ്മീ പ്രചോദയാത് സരസിജ നിലയേ സരോജഹസ്തേ ധവളധരാം ശുഭഗന്ധമാല്യ ശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവന ഭൂതികരി പ്രസീദമഖ്യം യാസാ പത്മാസനസ്ഥ വിപുല ഗണിതടി പത്മപത്രായ ദാക്ഷി ഗംഭീരാവർത്തനാഭിസ്തന ഭരതമിതാ ശുഭ്രവസ്ത്രോത്തരീയാം ലക്ഷ്മീർ ദിവ്യൈകജേന്ദ്രൈ മണിഗണഗജിതൈ സ്നാപിതാഹേ മുകുംബൈ നിത്യം സാ പത്മഹസ്ത മമ വസതു ഗൃഹേ സർവമാംഗല്യയുക്താം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ വിഷ്ണുപത്നീം ക്ഷമാം ദേവി മാധവീ മാധവപ്രിയാം ലക്ഷ്മീം പ്രിയസഖീം ദേവീം ക്ഷമാം അച്യുതവല്ലഭാം ശ്രീവത്സസ്വമായുഷ്യമാരോഗ്യമാവിദ ശോഭമാനമജീയതേ ധനം ധാന്യം വശും സുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹു. ഇതാണ് ബലശ്രുതി. ഇവിടെ ഭഗവത്ഗീത കേട്ട നിങ്ങൾക്ക് കിട്ടുന്ന ബലശ്രുതിയെ കൃഷ്ണൻ പറയുന്നു. എന്താത്? ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദവിയോ നരഹ. വെറുതെ കേട്ടാലും എന്നും നിങ്ങളോടും എന്നോടും പറയാണ്. വെറുതെ കേട്ടാൽ പോലും അതിന്റെ ബലശ്രുതി എന്താണ്? സഹ അഭിമുക്തഃ ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണം. ആ പുണ്യകർമ്മണം, കേൾക്കുക എന്ന പുണ്യകർമ്മം കൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം എന്ന പുണ്യകർമ്മം കൊണ്ട്, പഠിക്കുക എന്ന പുണ്യകർമ്മം കൊണ്ട്, പഠിച്ചത് പഠിപ്പിക്കുക എന്ന പുണ്യകർമ്മം കൊണ്ട് ശുഭകരമായ ഒരു ലോകത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അതായത് ശരിക്ക് ഒരു ഗുരു കൊടുക്കേണ്ട ഉപദേശമാണ് ഭഗവാനെ നീ തന്നിരിക്കുന്നത്. നീ ഒന്നും പ്രോമിസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മക്കൾക്കൊക്കെ പരീക്ഷയ്ക്ക് A+ കിട്ടുന്ന പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്ന പറഞ്ഞിട്ടില്ല. പത്മശ്രീയും പത്മവിഭൂഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ ലോകം അംഗീകരിക്കും, എല്ലാ നന്മകളുടെ പ്രതീകമായി തീരുന്ന പറഞ്ഞിട്ടില്ല. നല്ല വീടും നല്ല കാറും നിനക്ക് കിട്ടുന്ന കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ശുഭകരമായ ഒരു ജീവിതം നിനക്ക് ഉണ്ടാവും. ഇതല്ലേ 21ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ പോലെ നമ്പർ 1 ആയിരിക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നതല്ലേ? എത്ര ഭംഗിയായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇതാണ് ഫലശ്രുതി എന്ന് പറയുന്നത്, കേട്ടാൽ ഉണ്ടാകുന്ന ഫലശ്രുതി. അതാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരി നോക്കാം, വളരെ ഗംഭീരമായിട്ട് 72ാമത്തെ ലാസ്റ്റ് വരിയാണ്. ഖച്ചിത് ഏതശ്രുതം. അർജുന, നീ കുറെ കാര്യങ്ങൾ കേട്ടില്ലേ? കശ്ചിത്, എന്തൊക്കെയാണോ നീ ഇപ്പൊ കേട്ടത്. കശ്ചിത് ഏതത് ശ്രുതം. ഞാൻ പറഞ്ഞത് നീ കുറെ കാര്യങ്ങൾ കേട്ടു. ഈ കേട്ടതെല്ലാം കൊണ്ട് ഹേ പാർത്ഥ ത്വയാ ഏകാഗ്രേണ ചേതസ. നീ എങ്ങനെയാ അത് കേട്ടതറിയാമോ? നിന്നാൽ ഇത് കേട്ടു. നീ ഇത് കേട്ടു. എങ്ങനെ? ത്വയാ, നിന്നാൽ, ഏകാഗ്രേണ എന്താ വെച്ചാൽ ഏക അഗ്രം, ഒറ്റ കുത്തൻ ഒരു പോയിന്റിനെയാണ് ഏകാഗ്രം പറയാ. നീ ഫുള്ളി ഞാൻ പറയുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് ഏകാഗ്രഭാവത്തിലാണ് ഹേ പാർത്ഥ നീ ഇതെല്ലാം കേട്ടത്. ഏകാഗ്രേണ ചേതസ, എല്ലാം ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ടാണ് അർജുന നീ ഇതെല്ലാം കേട്ടത്. കശ്ചിത്, ഏതോ ഒരബദ്ധം കൊണ്ട്, എന്തോ ഒരു കാരണത്താൽ. എന്താ പറയുന്ന വാക്കുകൾ നോക്കാം. ശരിക്കും കൃഷ്ണൻ വന്ന് നമ്മളോട് പറയുമ്പോ, മഹാരാജാസ് കോളേജിൽ എന്നെ MSc കെമിസ്ട്രി പഠിപ്പിച്ച PS രാമൻ സാർ സംസാരിക്കുന്ന മാതിരി തോന്നുന്നു. ഗോപാലകൃഷ്ണന് ലെക്ചർ പോസ്റ്റില് സന്തോഷിക്കണോ അല്ല ഹൈദരാബാദിൽ പോയിട്ട് PhD എടുക്കണോ? PhD എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവിടെ നല്ല ഗൈഡ് ഉണ്ട്, നല്ല സബ്ജക്റ്റ് ഉണ്ട്, അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്, ഇന്റർനാഷണലി ഫേമസ് ആണ്, നമ്മുടെ കുറെ പേര് അവിടെ PhD എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. വേണമെങ്കിൽ പോക്കോളൂ കേട്ടോ ഗോപാലകൃഷ്ണൻ, വേണമെങ്കിൽ പോണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡേഷൻ ലെറ്റർ തരാം. അതുമാതിരിയാണ് കൃഷ്ണൻ. നീ എന്തൊക്കെയോ കേട്ടില്ലേ അർജുന? ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ നീ കേട്ടല്ലോ.
അത് മുഴുവനും ഹേ പാർത്ഥ ഏകാഗ്രമായ മനസ്സോടുകൂടി നീ കേട്ടു. മനസ്സിലായല്ലോ? അങ്ങനെ കേൾക്കാനുണ്ടായ കാരണം കശ്ചിത്, അതേപോലെ കശ്ചിത് അജ്ഞാന സമൂഹ, അറിവില്ലായ്മ, തെറ്റിദ്ധാരണ, ധർമ്മത്തെക്കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇല്ലായ്മ കൊണ്ട്, ധർമ്മത്തെക്കുറിച്ചുള്ള വ്യക്തമായ ദിശാബോധം ഇല്ലാതിരുന്നത് കൊണ്ട് നിനക്ക് അജ്ഞാന സമൂഹം, അറിവില്ലായ്മ കൊണ്ട് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിനക്ക്. അറിയാലോ? ആ കൺഫ്യൂഷൻ പ്രണഷ്ടസ്തേ ധനഞ്ജയ, പ്രനഷ്ട, ആ കൺഫ്യൂഷൻ ഗ്ലോറിയസ്ലി മാറിക്കിട്ടിയോ എന്നാ ചോദിക്കണത്. പ്രനഷ്ട, എന്ന് വെച്ചാൽ ഗ്ലോറിയസ്ലി. അതായത് ഞാൻ നിന്നെ അടിച്ചു തല്ലി പഠിപ്പിച്ചതല്ല, ഞാൻ നിന്നെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതല്ല. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ പറഞ്ഞു എന്ന കാരണത്താൽ നീ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തി നിനക്ക് മനസ്സിലാക്കിച്ച് തന്നതല്ല. അല്ല, കാരണം നിനക്ക് പ്രനഷ്ട, അതായത് ശരിക്കും കാര്യങ്ങൾ മനസ്സിലായിട്ട് നിന്റെ തെറ്റിദ്ധാരണ, ധർമ്മത്തെക്കുറിച്ചുള്ള നിന്റെ കൺഫ്യൂഷൻ, ധർമ്മത്തെക്കുറിച്ചുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, ധർമ്മത്തെക്കുറിച്ചുള്ള റോങ് അണ്ടർസ്റ്റാൻഡിങ്, ആ റോങ് അണ്ടർസ്റ്റാൻഡിങ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, കൺഫ്യൂഷൻ, അത് ഹേ പാർത്ഥ പ്രനഷ്ട തേ ധനഞ്ജയ, ഒറ്റ വരിയിൽ ആദ്യത്തെ വരിയിൽ പാർത്ഥ എന്ന് വിളിച്ചു, അതേ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ വരിയിൽ ധനഞ്ജയ, ധനത്തെ പോലും ജയിച്ചവൻ. അങ്ങനെ, അതായത് എല്ലാത്തിനെയും ജയിച്ചവനാണ് നീ. നിനക്ക് ഈ യുദ്ധം ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേടാനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിന്റെ കൺഫ്യൂഷൻ എല്ലാം മാറിയല്ലോ ഇല്ലേ എന്റെ സുഹൃത്തെ? എല്ലാം മാറിയല്ലോ. ഞാൻ നിർബന്ധിച്ചിട്ട് നിനക്കൊരു ധാർമ്മിക അവബോധം ഉണ്ടാക്കിയതൊന്നുമല്ല. കാരണം നിനക്ക് ധർമ്മത്തെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാം. നല്ലോണം അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് തന്നതേ ഉള്ളൂ. അതുകൊണ്ട് കൺഫ്യൂഷനും തെറ്റിദ്ധാരണകളും ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള വിവേചനം എല്ലാം നിങ്ങൾക്ക് ലഭിച്ചല്ലോ ഇല്ലേ അർജുന? നിനക്ക് ലഭിച്ചല്ലോ ഇല്ലേ അർജുന? എന്ത് കൂളായിട്ടാ! പ്രനഷ്ടസ്തേ, അതെല്ലാം മാറി കിട്ടിയല്ലോ ഇല്ലേ? ഭീഷണിയൊന്നുമല്ല. എന്താ രസം! ഈശ്വരൻ സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഐശ്വര്യത്തിന് നിദാനമായ ഭഗവാനെ, ഭഗവാൻ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആള്. ഈശ്വരൻ ഐശ്വര്യത്തിന് നിദാനമായ ദൈവം, പ്രകൃതി ചൈതന്യത്തിന്റെ ഉപാസകൻ, അതാണ് ദൈവം. ഇങ്ങനെ 3 വാക്കിന് 3 അർത്ഥമാണ്. അങ്ങനെ കൃഷ്ണൻ വളരെ പതുക്കെ ചോദിക്കുകയാണ്. ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പൈസ തന്നല്ലോ ഇല്ലേ എന്ന് കാഷ്യറോട് ചോദിക്കുന്ന മാതിരിയാണ്. ഞാൻ മറന്നുപോയോ, തന്നോന്ന് എനിക്കൊരു സംശയം, ഞാൻ തന്നല്ലോ ഇല്ലേ എന്ന് കാഷ്യറോട് ചോദിക്കണ മാതിരി കണ്ടക്ടർ ബസ്സിലെ യാത്രക്കാരനോട്, കാരണവരെ ടിക്കറ്റ് എടുത്തല്ലോ ഇല്ലേ, മറന്നുപോയിട്ടില്ലല്ലോ, ടിക്കറ്റ് എടുത്തല്ലോ എന്ന് ചോദിക്കുന്ന മാതിരി ഞാനൊരു ചായ കൊണ്ടട്ടെ, ബുദ്ധിമുട്ടാവോ ചായ കുടിക്കാൻ എന്ന് വീട്ടമ്മ ചോദിക്കണ മാതിരി നിനക്ക് ഏതോ കാരണത്താൽ ഉണ്ടായ ഒരു അബദ്ധജടിലമായിട്ടുള്ള കൺഫ്യൂഷൻ മാറിക്കിട്ടിയല്ലോ ഇല്ലേ അർജുന? എന്തൊരു രസമല്ലേ ആ വാക്കിന്റെ സോഫ്റ്റ്നെസ്! എന്തൊരു രസം! കശ്ചിത് ഏതത് ശ്രുതം, നീ എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് കശ്ചിത് ഏതത് എന്താന്ന് പോലും കൃഷ്ണൻ ധീരവീരശൂര പരാക്രമിയുടെ ഭാവത്തോടു കൂടി ചോദിക്കണില്ല. പറഞ്ഞ ആളുടെ സിംപ്ലിസിറ്റിയോടുകൂടി കൃഷ്ണൻ പറയുന്നു, നീ ഇത് കേട്ടല്ലോ ഇല്ലേ? കശ്ചിത് ഏതത് ശ്രുതം ഹേ പാർത്ഥ ത്വയാ ഏകാഗ്രേണ ചേതസ. എന്തൊരു അഡ്ജക്റ്റീവുകൾ അടിച്ച് കയറ്റിയിരിക്കുന്നതെന്ന് നോക്കാം. അഡ്ജക്റ്റീവുകൾ. ഏകാഗ്രമായ മനസ്സോടുകൂടി നീ എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, എന്തൊക്കെയോ നീ കേട്ടല്ലോ. ഇതൊരു രസല്ലേ? എന്തൊക്കെയോ നീ കേട്ടല്ലോ. അപ്പോ കശ്ചിത് അജ്ഞാന സമ്മോഹ, അജ്ഞാനം കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് നിനക്കുണ്ടായ കശ്ചിത് എന്തൊക്കെയോ കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. അല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ഒന്നും നിനക്ക് ഉണ്ടായിരുന്നില്ല. നീ അത്ര ക്വാളിറ്റി ഉള്ളവനാണ്, കപ്പാസിറ്റി ഉള്ളവനാണ്, നീ അർജുനനാണ്, വില്ലാളി വീരനാണ്, വീരശൂര പരാക്രമിയാണ്. എന്തോ ഒരബദ്ധത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി, തെറ്റിദ്ധാരണ ഉണ്ടായി. അത് മാറിക്കിട്ടിയല്ലോ ഇല്ലേ കുഞ്ഞേ എന്ന് ചോദിക്കണമായിരിക്കില്ലേ? കൃഷ്ണ, നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അർജുനൻ തിരിച്ചു പറയാണ്, നഷ്ടോ മോഹ, എന്റെ കൺഫ്യൂഷൻ എല്ലാം തീർന്നു കൃഷ്ണ. അതാണ് ഉത്തരം അല്ലേ? ചോദിച്ചത് കശ്ചിത് അജ്ഞാന സമ്മോഹം എന്നാണ്. ആ സമ്മോഹം തന്നെ ഇവിടെ കൃഷ്ണൻ മറുപടിയിലെടുത്തു. എന്താ എടുത്തത്? നഷ്ടോ മോഹ, എന്റെ എല്ലാ കൺഫ്യൂഷനും സ്മൃതിർ ലബ്ധ്വ,
എന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. ധർമ്മബോധമുണ്ടായി എന്നർത്ഥം. ഒരു ക്ഷത്രിയന്റെ ധർമ്മബോധം എനിക്കുണ്ടായി. എന്റെ കൺഫ്യൂഷൻ പോയി. മാത്രല്ല ലബ്ധ്വാ ത്വത്പ്രസാദാൻ മയാ ഹേ അച്യുത, എന്റെ പ്രിയപ്പെട്ട ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, ഡീഗ്രഡേഷൻ ഇല്ലാത്തവനെ, സർവചൈതന്യത്തിന്റെയും ആധാരമായ ഭഗവാനെ കൃഷ്ണ, എന്റെ കൺഫ്യൂഷനുകൾ പോയി. എന്റെ ധർമ്മബോധം എനിക്ക് തിരിച്ചു കിട്ടി. ത്വത്പ്രസാദാൻ, അത് കിട്ടിയത് നിന്റെ പ്രസാദം, അനുഗ്രഹം കൊണ്ടാ, നിന്റെ അനുഗ്രഹം കൊണ്ടാ. എനിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇന്ന് സബലീകരിച്ചു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ മാതാ മൃതാനന്ദമയ്യും ഭാരതത്തിലെ പ്രസിഡന്റും തമ്മിൽ ഒരുമിച്ച് കാണുന്ന ഒരു ദിവസം. അത് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് സംഭവിച്ചു. രണ്ടുപേരും കറുപ്പ. ഒരാൾ ആത്മീയതയുടെ പരമകാഷ്ഠയില്, മറ്റൊരാൾ ഭരണത്തിന്റെ പരമകാഷ്ഠയില്. ഞാനത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കരഞ്ഞു. അതെനിക്ക് അമ്മയുടെ മുമ്പില്, ആ അമ്മയെ പ്രസിഡന്റ് മാലയണിയിച്ചു. എന്നിട്ട് ആ കെട്ടിപ്പിടിക്കുന്നു. ലോകത്തിലെ ഏത് പ്രസിഡന്റ് ചെയ്യൂ ഇത്? അല്ലേ? സത്യത്തില് അവര് ബ്രഹ്മകുമാരീസിന്റെ ആരാധികയാണ്. ആ ബ്രഹ്മകുമാരീസിലുള്ളവർക്കും ഒരു തരത്തിലും ഇതിനോടൊരു നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ സ്കൂളിലെ കുട്ടികളെ കണ്ട് ഇവര് ഇറങ്ങി. 18 വണ്ടി മുമ്പിലും 18 വണ്ടി പുറകിലും ഒന്നുമില്ല, കടൽ തീരാണ്. എന്താല്ലേ ശരിക്കും പറഞ്ഞാല് എന്നിട്ട് ആ ചോക്ലേറ്റ് കൊടുക്കാം. ആ ഒരു ചോക്ലേറ്റ് കൊടുക്കാൻ അവര് ചെലവഴിച്ച 7-8 മിനിറ്റ് ഭാരതത്തിന്റെ മൊത്തം ചൈതന്യം ലോകം കാണുകയാണ്. ഭാരതത്തിന്റെ മൊത്തം ചൈതന്യം. ഇതൊക്കെ ശരി ഇടിവെട്ട് മാറ്റങ്ങളാണ്, ഇടിവെട്ട് മാറ്റങ്ങളാണ്. അല്ലാണ്ട് ഇതിന് എന്താ പറയുക? അതുപോലെ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ഭഗവത്ഗീതയിലെ ലാസ്റ്റ് പാർട്ടിലുള്ള ഇടിവെട്ട് സന്ദേശങ്ങളാണ്. അതിന് ഇടിവെട്ട് മറുപടിയാണ് സോഫ്റ്റസ്റ്റ് ഭാഷയിൽ അർജുനൻ കൊടുക്കുന്നത്. നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ്വ. 2 വാക്കുകളിൽ എന്താ? എന്റെ കൺഫ്യൂഷൻ തീർന്നു. ധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം എനിക്കുണ്ടായി. എന്റെ ബോധോദയമുണ്ടായി, തിരിച്ചു കിട്ടി. ത്വത്പ്രസാദാൻ മയാ ഹേ അച്യുത, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്. എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നിന്റെ അനുഗ്രഹം കൊണ്ട്. സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. കൃഷ്ണ, നീ എന്താണോ എന്നോട് പറഞ്ഞത് അത് ചെയ്യാൻ എല്ലാം മാറ്റിവെച്ച്, എന്റെ എല്ലാ കൺഫ്യൂഷനുകളും മാറ്റിവെച്ച്, കൃഷ്ണ സ്ഥിതോസ്മി, അഹമത്ര സ്ഥിതഹാസ്മി, ഞാനിവിടെ നിൽക്കാണ്. കരിഷ്യേ വചനം തവ ഗതസന്ദേഹ, എന്റെ എല്ലാ കൺഫ്യൂഷനും പോയി, എല്ലാ ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം പോയി. കൃഷ്ണ, നീ പറഞ്ഞത് എന്തോ അത് ചെയ്യാൻ ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഒരു ഗുരുവിന്റെ ഉപദേശം ശിഷ്യൻ സ്വീകരിച്ചു, അല്ലേ? ഇതല്ലേ ഗുരുദക്ഷിണ? അർജുനൻ കൃഷ്ണന് കൊടുത്ത ഗുരുദക്ഷിണ എത്ര ഗംഭീരാണ്. ആ ഒരൊറ്റ വരിയിൽ ഭഗവത്ഗീത സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കാണ്. അതിൽ കൂടുതൽ അർജുനൻ ഒന്നും പറഞ്ഞില്ല. ആ 72ാമത്തെ ശ്ലോകത്തിൽ നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ടായ ആ കൺഫ്യൂഷനുകളെല്ലാം പോയല്ലോ ഇല്ലേ? ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞത് ശ്രദ്ധയോടുകൂടി നീ കേട്ടിട്ട് അതിന്റെ എല്ലാവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും മാറിയല്ലോ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഭഗവാനെ കൃഷ്ണ, നിന്നോട് അർജുനൻ കൊടുത്ത ഉത്തരം സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. കൃഷ്ണ, നീ പറയുന്നത് ചെയ്യാൻ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് നിന്റെ അനുഗ്രഹം കൊണ്ട് ദൂരീകൃതമായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഭഗവാനെ കൃഷ്ണ, നീ പറഞ്ഞത് ആവർത്തിക്കാൻ മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നാളെ കോട്ടയത്തൊരു പ്രഭാഷണമുണ്ട്, കുമ്മനം. അതുകൊണ്ട് നാളെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടാവില്ല. അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ 7:15 ലൈവ് കേൾക്കാൻ സാധിക്കും, റേഞ്ച് ഉണ്ടെങ്കിൽ.
അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റന്നാളെ യാത്രയിലാണ്. ഇനി 2, 3, 4 ദിവസം യാത്രയ്ക്ക് പോകുന്ന സ്ഥലത്തിരുന്നുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും എന്നും അറിയിക്കുന്നു. ധന്യമായ എന്താ പറയുക, ഒരു അനുഭൂതി അത് നിങ്ങൾ കാരണമാണെന്ന് പറയുന്നു.